പ്രതിഷേധത്തിനിടയിലും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന ഗവർണറുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി LDF കൺവീനർ EP ജയരാജൻ നയപ്രഖ്യാപനം നടത്തേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പ്രസംഗം ഗവർണർ നടത്തിയേ മതിയാകൂ എന്നും EP ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗവർണറും സർക്കാരും തമ്മിൽ പോര് തുടരുന്നതിനിടെയാണ് LDF കൺവീനർ EP ജയരാജന്റെ വിമർശനം. സർക്കാരിന് ആനുകൂല്യം നൽകുന്നത് പോലെ നയപ്രഖ്യാപനം നടത്തുമെന്ന ഗവർണറുടെ പ്രതികരണം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. നയപ്രഖ്യാപനം ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അത് ഗവർണർ നിർവഹിച്ചേ മതിയാകൂവെന്നും EP ജയരാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം ആ ഗവൺമെന്റിന് വേണ്ടി നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് ഒരു പരിഗണനയ്ക്ക് വിധേയമാക്കേണ്ടതല്ല. ഗവർണറിന് നിക്ഷിപ്തമായിട്ടുള്ള ഒരു ചുമതലയുടെ ഭാഗമാണിതെല്ലാം. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപനത്തിന് മുൻപായി ഗവർണറുമായി മഞ്ഞുരുക്കമുണ്ടാകുമെന്ന ചർച്ചകൾക്കിടയിലാണ് LDF കൺവീനറുടെ വിമർശനം. ഭൂമി ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകൾ ഒപ്പിടാത്ത ഗവർണറുടെ നടപടികൾ ഫാസിസ്റ്റ് പ്രവണതയുടെ ഭാഗമാണെന്നും EP ജയരാജൻ വിമർശിച്ചു. ഗവർണർക്കെതിരെയുള്ള ഇടതുപക്ഷത്തിന്റെ വിമർശനത്തെ കൂടുതൽ കടുപ്പിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. നയപ്രഖ്യാപനത്തിലും സർക്കാരും ഗവർണറും തമ്മിൽ മഞ്ഞുരുക്കമുണ്ടാവില്ലെന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ.